അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എൻ്റെ മൂത്തമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോകുന്നൊരു വ്ളോഗാണ്, ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊന്നല്ല കേട്ടോ, എൻ്റെ ഇപ്പം എന്താ മിന്നുണ്ട്, പിന്നെ ഓൾ അനിയത്തിതാ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് ഡബ്ബർ തോട്ടമാണ്, ഭയങ്കര വെയിലുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. ഇതാണ് മിന്നുവിൻ്റെ അനിയത്തി പഠിക്കുന്ന സ്കൂള്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്കൂള്. പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ, അത് പൊള്ളിയാണ്. ഞാൻ കാണിച്ചു തരാം. എത്താനായിട്ടുണ്ട്. ഇതാണ്. വെള്ളം കുറവാണ് കേട്ടോ, വെള്ളം കുറവാണ്. ആദ്യം നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ കുളം. ഇതിലെ നല്ല വലിയൊരു കുളമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കുറുക്കൈ കൂടിയാണ് കേട്ടോ പോകുന്നത്. ഇതാ ഷജൻ്റെ അനിയത്തേക്ക് ഇതാ ഓടി കളിക്കുന്നുണ്ട്. ഇതാ പിന്നെ ഇവിടെ ഞങ്ങൾ പോകേണ്ട വഴിക്ക് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ട്. കാട്ടിലെ പൂക്കളാണ്. എന്താ ഇവിടെ കഥ. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പൂവ്. പിന്നെ ഇതാ അവിടെ പോകേണ്ട വഴിക്ക് നല്ല പിക്ക് എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമുണ്ട്. കണ്ടില്ലേ, ഒരു മരം. ഇപ്പം അങ്ങനെ ഇലകളൊന്നും ഇല്ലല്ലേ? യെസ്, ഇലകളൊന്നുമില്ല, ഒരു കുമ്പിൻ ചെള്ളുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കാടാണ് കേട്ടോ. യെസ്, ഇതാണ് ആ മരം. യെസ്, ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ അവിടെ കുറച്ച് പാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ മിന്നത് അവിടെ ഒരു ഹായ് കൊടുത്ത മിന്നു. ഹായ്. നടക്കാണ്ട് പറയാ, ഒരുപാടുണ്ട് നടക്കാൻ കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. എന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വേറെ സുഖമാണ്. യെസ്, നമ്മളിപ്പോൾ റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. റോട്ടിലൂടെ റോട്ടില് അപ്പോൾ ഒരു പ്രശ്നമല്ല പോലേക്കര. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഫസ്റ്റ് പറയാൻ മറന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പാറൊക്കെയാണ്. യെസ്, കഴിഞ്ഞു കേട്ടോ. വാട്ടർ ബോട്ടിലൊന്നും എടുത്തില്ലല്ലേ? അപ്പോൾ ക്ഷീണിച്ചിട്ടോ. യെസ്, എന്താന്ന് വെച്ചാല് വോട്ടായിന് കേട്ടോ. അതുകൊണ്ട് ഇന്നാണ് അതിന്റെ റിസൾട്ട് അറിയാല്. ദിവസം അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ആ ഇതുണ്ട് കേട്ടോ, ഒരു ഞാൻ നേരത്തെ പറിച്ചില്ലത് അവിടെ ഉണ്ട്. യെസ്, കാണാൻ കഴിയില്ല. ഞങ്ങളിങ്ങനെ നടന്ന് പോകണം. ഭയങ്കര വെയിലുണ്ടല്ലേ? ഭയങ്കര വെയിലാണ്. അതിൻ്റെ അടിയിലൊരു പടക്കം പൊട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മുളകളൊക്കെ ഉണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നല്ല ഭംഗിയാണ് കാണാനൊക്കെ, അടിപൊളിയാണ്. ഇതിവിടെ എപ്പോഴും മുമ്പ് ഒരു പിക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ എടുക്കലൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, കഴിഞ്ഞു കേട്ടോ. കുറേ ബാമ്പ് ഇതാ ഞാൻ കാണിച്ചുതരാം. ഇതാ ഇതാണ് കേട്ടോ മുളക്കൂട്ടങ്ങളൊക്കെ. അത്ര ഒന്നുമില്ല, പക്ഷെ കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര തണലാട്ടോ. ഇവിടെ ഈ ഭാഗം മാത്രമായിട്ട്. ഇവിടെയൊക്കെ ഇതാ ബാമ്പു ആണേ. ഇവിടുന്നൊക്കെ ഒരു പിക്ക് എടുക്കണം. ഇല്ലക്കൂട്ടത്തിൻ്റെ ഇവിടുന്ന് പുളിക്കും. ഞങ്ങൾ സാധാരണ പിക്ക്. യെസ്, അങ്ങനെ ഞാൻ ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇവിടെ കുറച്ച് നിന്നിട്ടുണ്ട്. എന്താ അറിയില്ല, തണലുണ്ട്. തണലുള്ള സ്ഥലം പോകുന്നപ്പോൾ തണലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്.
പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഇതാണ് കാണിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ, അവിടേക്ക് നിറച്ച് പാറയാണ്. അപ്പം ഞാൻ മിന്നുവിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്താണ് പാറിൻ്റെ പേര്? കൂറ്റാമ്പാറ. ഇതൊക്കെയാണ് കേട്ടോ, പുളിയാണ്. യെസ്, കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, നല്ല കാറ്റ് വരുന്നുണ്ട്. മാസ്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ, നമ്മളെ മിന്നിതാ മാസ്ക് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വന്നിട്ടുള്ളത് അങ്ങനെ. അപ്പോൾ ഭയങ്കര സേഫ്റ്റിയിൽ നമ്മൾ നിൽക്കണം. അപ്പോൾ മിന്നു മാസ്ക് കഴിച്ചിട്ടുണ്ട്. യെസ്, സത്യം പറയാലോ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പോയാലോ ഒരു അർക്കുണ്ട്, ആ അർക്കത്തിലാണ്. യെസ്, എൻ്റെ കുത്തനല്ല ഒരു അർക്കാണ്, ഞാൻ കാണിച്ചു തരണ്ട്. ഇവിടൊക്കെ പിന്നെ കുറച്ചൊക്കെ ഉള്ളൂ. യെസ്, പിന്നെ ഇവിടെ അങ്ങനെ വീടാളൊന്നുമില്ല കേട്ടോ. ഓരോരോ പുറത്ത് കുറച്ചങ്ങോട്ട് പോയാൽ ഫുള്ള് വീടാളാണ് അല്ലേ. അടിപൊളി വീടുകളൊക്കെ കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെയല്ല, ഇവിടെ ഫുള്ള് കാടല്ല. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അവിടെ ഒരു വീട് കയറ്റുന്നുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും ഉള്ളൂ. യെസ്, ക്ഷീണിച്ച് അർക്കം വരാനായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ എടുത്തിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അർക്കം പറഞ്ഞാൽ. യെസ്, കുത്തനുള്ള ഒരു അർക്കാണ്. ഫോണിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല. യെസ്, ഷജിങ്ങനെ ഓടുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് കാടാളൊക്കെ ഉണ്ട്. പിന്നെ ഇനി അവിടെ നിന്നാണ് കേട്ടോ വീടാളൊക്കെ ഉണ്ട്, കളിയായിരിക്കും അല്ലേ. അവിടെയൊക്കെയാണ് സെൽഫി ആക്കല്ലേ. യെസ്, ഇതൊക്കെയാണ്. ഭയങ്കര വെയിലാണ് കേട്ടോ, പറയാനുണ്ടോ, വെയിലുണ്ട് വെയിൽ. അപ്പോൾ നമ്മളെ വീടൊക്കെ ഒന്ന് എത്താനായിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടി പോകാനുണ്ട്. പിന്നെ ഇവിടെ പാടാണ്, ഞാൻ കാണിച്ചു തരാം. പാടം കൊണ്ട് ബാക്ക് ക്യാമറ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ പാടം. കുറച്ചൊക്കെ വലിയ പാടാണ്. യെസ്, ഭയങ്കര വെയിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പോകുമ്പോൾ നോക്കാറുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ ആ വീട്ടിലൊരു ബുഷ് ഉണ്ട്, പൊള്ളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നിങ്ങൾ കണ്ട ബുഷ് തന്നെ ആയിരിക്കും, പക്ഷെ അത് വെട്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇതാണ് പൊളി. ഇതാണ് കേട്ടോ ബുഷ്. ഈ വീട്ടിൽ പിന്നെ ഫാൻസി പൂച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്കിലൊരു റോസാപ്പൂ കണ്ടു കേട്ടോ, നല്ല ഭംഗിയിലെ റോസ്, സാധാ റോസ് തന്നെ കേട്ടോ, നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. യെസ്, അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. എന്താ തിരിച്ചു വന്നേ? ഇങ്ങനെ വണ്ടി കളിക്കാം. യെസ്, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നടന്നൊക്കെ പോകുന്നു കേട്ടോ. ഇതാണ് ആ വീഡിയോ ഞാൻ കാണിച്ചെന്നില്ല ബുഷിൽ. അപ്പം അതാണ് കേട്ടോ വീട്. അപ്പം അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു കയറ്റാണ്. എന്നാൽ ക്ഷീണിച്ചല്ലേ, പറയാനുണ്ടോ, ക്ഷീണിച്ച് പോയി. ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പം ഞാൻ മാസ്ക് ഇട്ടു. യെസ്, കഴിഞ്ഞ്. യെസ്, പിന്നെ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഒരു വീടുണ്ട്. ഞാൻ എപ്പോഴും പോകുമ്പോൾ നോക്കാറുള്ള സ്ഥലമാണ്. ആ വീടല്ല കേട്ടോ ഞാൻ നോക്കാറ്, അവിടുത്തെ പ്ലാന്റ്സുകളാണ്. കുറേ ഉണ്ട്. നമുക്ക് സൈക്കിളില്ല, അതൊക്കെ ഇങ്ങനെ പൂച്ചെടിയല്ലേ, ഇലച്ചെടികളാണ് അതൊക്കെ. ഇപ്പോൾ ഇലച്ചെടികളാണല്ലോ ട്രെൻഡിങ്. അപ്പോൾ എപ്പോഴും പോകുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല അവിടുത്തെ ചെടികൾ പറഞ്ഞാൽ അല്ലേ. പിന്നെ യെസ്, കഴിഞ്ഞ് ക്ഷീണിച്ച് പോയി.
പിന്നെ ഈ വീട്ടിലെ കുറച്ച് ചെടികളുണ്ട്. വീട്ടിലൊക്കെ ചെടികളുണ്ട്. യെസ്, നമ്മളെ വീട് ഞാൻ പറഞ്ഞ വീട് എത്താനായിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം ഞാൻ. ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗം അല്ലേ, ക്ഷണിച്ചല്ലേ. ഇതാണ് ഒരു കാടണ്ട് കൂടിയൊരു സ്ഥലമാണ്. പക്ഷെ ഇത് ഈ വള്ളിമ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മക്കളെ ഒരു രക്ഷയില്ല. എന്താ യെസ്, അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ വീട്ടിലത്തെ ചെടികളൊക്കെ. പൊളിയാണ് കേട്ടോ. അക്കൂറിയൊക്കെ ഉണ്ട് കേട്ടോ. യെസ്, ഞങ്ങൾ ഗേറ്റൊക്കെ നടക്കണേ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കേട്ടോ. പക്ഷേ തുറന്നൊക്കാൻ നിൽക്കാൻ കഴിയില്ല, അത്രയും ചെടികളാണ്. അപ്പോൾ ഞങ്ങൾ വീടെത്താനായിട്ടുണ്ട് കേട്ടോ. കുറച്ചങ്ങോട്ട് നടന്നു പോയാൽ മതി അല്ല പിന്നെ. യെസ്, ഓ ഞാൻ അവിടെ ചെന്നിട്ടുണ്ടോ. അവിടെ നല്ല രസമാട്ടോ, കുട്ടികളൊക്കെ ഉണ്ടാവും. യെസ്, ഇവിടെയൊക്കെ നിറച്ച് പോസ്റ്ററൊക്കെ അല്ലേ. ഇലക്ഷനായിട്ട് എന്നോട് അതന്നെ തീർന്ന് അല്ലേ. യെസ്, നിറച്ച് പോസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുറേ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ എപ്പോഴും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ വീടെത്താനായിട്ടോ. കുറച്ച് നടന്നു പോയാൽ മതി, എപ്പോഴും കുറച്ച് നടന്നു പോയാൽ മതി. എത്താനായി. ഓക്കെ, കിട്ടാനായി. അങ്ങനെ നമ്മളെ തറവാടൊക്കെ എത്താനായിട്ടോ. ഞാൻ കാണിച്ചു തരാം ബാക്ക് ക്യാമറ എടുത്തിട്ട്. ഇതാണ് കേട്ടോ, അതാ ഇത്. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. യെസ്, ഇതാ എത്തി. അപ്പോൾ നമ്മളെ വീടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ, തറവാട്. ഇവിടെ വന്നപ്പോൾ ഒരു ആശ്വാസമായതല്ലേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം, ആ കാര്യം മറന്നുപോയി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.